അപ്പോൾ മാനസിക പീഡനം സഹിക്ക വയ്യാതെ അല്ലെങ്കിൽ ഇനിയും നമ്മളിതിൽ തുടർന്ന് കഴിഞ്ഞാൽ നമ്മൾ ആത്മഹത്യയുടെ വക്കിലേക്ക് എത്തും. സ്ത്രീ എന്നുള്ള ഒരു മാന്യത പോലും അവർ നമുക്ക് തന്നിട്ടില്ല. ആ സമയത്ത് മുരളിച്ചേട്ടൻ അവിടെ ഉണ്ടായിരുന്നു. കൂടെ നിൽക്കാൻ ആരുമില്ല എന്ന് മാത്രമല്ല, നമ്മളെ അങ്ങ് ചവിട്ടി തേക്കുകയും ഒരു കൗൺസിലർ എന്നൊരു സ്ഥാനത്ത് വന്നപ്പോൾ നമ്മുടെ വ്യക്തിപരമായി പോലും പല രീതിയിലും വേദനാജനകമായ സംഭവങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. വാർഡിലിറങ്ങി നമ്മൾ നമ്മളെ മെമ്പർമാരും കൊണ്ട് കഴിവില്ലാത്തതാണ് എന്നൊക്കെ ഉള്ള വാർത്തകളൊക്കെ പറയുമ്പോഴത്തേക്ക് ജനങ്ങൾ നമ്മളെ മുന്നിൽ അവരെ പ്രതിഷേധം അറിയിക്കും. അപ്പം അങ്ങനെയൊക്കെയുള്ള മാനസികമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടാണ് ഞാൻ രാജിയിലേക്ക് മാറിയത്. അപ്പോൾ എൻ്റെ സഹപ്രവർത്തകയായ ഷീല ചേച്ചിയും അവരുടെ വീട്ടിൽ മാനസികമായി ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ച് സുഖമില്ലാണ്ട് കിടക്കുകയാണ്. അനുസരിച്ച് ജയിച്ചു. വൈസ് പ്രസിഡൻ്റായ വ്യക്തിയാണ്. പെട്ടെന്നുള്ള തീരുമാനമല്ല. നമ്മൾ 2 വർഷമായിട്ട് നമ്മൾ നിരന്തരം നമ്മുടെ പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെയും വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ്റെയും മാനസികമായ കുറേ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അവർ മാനസികമായിട്ട് ഞങ്ങളെ ഒരുപാട് നിരന്തരം സോഷ്യൽ മീഡിയ വഴിയും അല്ലാതെ ഞങ്ങളുടെ വാർഡിലുള്ള ജനങ്ങളോടും ഒരുപാട് നമ്മളെപ്പറ്റി മോശമായിട്ടുള്ള അഭിപ്രായങ്ങളും കഴിവില്ലാത്ത മെമ്പർമാരെന്നുള്ള അഭിപ്രായങ്ങളും അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഞങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ പാർട്ടി നേതൃത്വത്തോട് പല പ്രാവശ്യം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ജില്ലാ പ്രസിഡൻറ്റ് വി രാജേഷ്, സംഘടനാ ജനറൽ സെക്രട്ടറി വെങ്ങാനൂർ സതീശൻ ഇവരുടെ അടുത്തൊക്കെ നമ്മളെ പരാതി ബോധിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെ വിളിച്ച് സംസാരിച്ചതല്ലാതെ അതിന് വേണ്ടുന്ന ഒരു നടപടി ഇതുവരെയും അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. സ്ത്രീ എന്നുള്ള ഒരു മാന്യത പോലും അവർ നമുക്ക് തന്നിട്ടില്ല. ആ ഒരു പശ്ചാത്തലത്തിലാണ് പെട്ടെന്ന് നമ്മൾ രാജിവെച്ച് മാറാനായിട്ട് തീരുമാനമെടുത്തത്. കൂടാതെ കഴിഞ്ഞ ദിവസം വന്ന ഒരു വാർത്ത, ചാനലിൽ വന്ന ഒരു വാർത്ത, നമ്മുടെ ശോഭാ സുരേന്ദ്രനെ പറ്റിയ ഒരു വാർത്ത വന്നു. നമ്മുടെ ദേശീയ സെക്രട്ടറി ഓഫീസിൽ നിന്നുള്ള ഒരു അറിയിപ്പുണ്ടായ ഒരു വോയിസ് ക്ലിപ്പ് നമ്മൾ കേൾക്കാനിടയായി. അപ്പോൾ ഇത്രയും പ്രമുഖയായ അല്ലെങ്കിൽ ഇത്രയും ശക്തമായ ഒരു വനിതാ നേതാവിനെ പറ്റി അവരെ തോൽപ്പിക്കുന്നതിന് വേണ്ടി UDF സ്ഥാനാർത്ഥിയുടെ കൂടെ വോട്ട് പിടിച്ചു കൊടുത്തു എന്നുള്ളൊരു വാർത്ത വന്നപ്പോൾ തന്നെ നമ്മൾ ഞെട്ടിപ്പോയി. ആ സംഭവം നമ്മളെ ഒരുപാട് വിഷമിപ്പിച്ചു. ഇത്രയും വലിയൊരു നേതാവിനെ പറ്റി ഇങ്ങനെ പറയുമ്പോൾ സാധാരണക്കാരായ നമ്മളെന്താണ് ചെയ്യുന്നത്? അപ്പോൾ മാനസിക പീഡനം സഹിക്ക വയ്യാതെ അല്ലെങ്കിൽ ഇനിയും നമ്മളിതിൽ തുടർന്ന് കഴിഞ്ഞാൽ നമ്മൾ ആത്മഹത്യയുടെ വക്കിലേക്ക് എത്തും. അത് കൂടാതെ തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയ, നമ്മുടെ ഒഫീഷ്യൽ ഗ്രൂപ്പ് വഴിയൊക്കെ നമ്മൾ ആക്ഷേപിക്കുകയും ഞാൻ അതിനെതിരെ പ്രതികരിക്കും, പോലീസ് കേസായി. അങ്ങനെ ഇത് നമ്മുടെ CPM നേതൃത്വത്തെ ഞാൻ അറിയിച്ചു. അപ്പോൾ അവർ തന്നെ സഹായിച്ചു. എനിക്കെതിരെ ഒരു ആരോപണം നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉന്നയിച്ചപ്പോഴേക്ക് ഞാൻ പാർട്ടി സ്ഥാനം രാജിവെക്കുന്നു എന്ന് പറഞ്ഞ് കത്ത് ഞാൻ മണ്ഡലം പ്രസിഡന്റ് ശ്രീ പ്രവീൺ പോങ്ങനാടിൻ്റെ വസതിയിൽ വെച്ച് ആ സമയത്ത് മുരളിച്ചേട്ടൻ അവിടെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ ഈ രാജിക്കത്ത് നമ്മുടെ പാർട്ടി രാജിക്കത്താണ്, പാർട്ടി സ്ഥാനം രാജിവെക്കുന്നു എന്നുള്ള കത്ത് ഞാൻ മണ്ഡലം പ്രസിഡന്റിനെ ഏൽപ്പിച്ചിരുന്നു. അന്നേരത്ത് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ അന്നേരത്ത് മുരളിച്ചേട്ടൻ്റെ അടുത്ത് അറിയിച്ചിരുന്നു. പക്ഷേ അതിനൊന്നും എനിക്കൊരു മറുപടി ഇതുവരെയും കിട്ടിയിട്ടില്ല. ഇതുവരെയും ഒരു മറുപടിയും ലഭിച്ചിട്ടില്ല. നഗരസഭയിൽ നമ്മൾ 2 വരിയിലാണ് നമ്മുടെ രാജി ഒതുക്കിയത്. 2 വരിയിൽ നമ്മൾ വ്യക്തിപരമായ കാരണങ്ങൾ രാജിവെക്കുന്നു എന്ന് മാത്രമാണ് അറിയിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇവർ ഈ ആക്ഷേപം ഉന്നയിച്ചതോടുകൂടിയാണ് അവർ നമ്മളെ CPMലോട്ട് തള്ളി വിടുകയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അത്തരത്തിലാണ് അവരുടെ വാക്കുകൾ ഉണ്ടായിരുന്നത്. അവർ വേറൊരു പാർട്ടിയെ ആക്ഷേപിച്ച് പറഞ്ഞില്ല. ഇവർ CPMൽ നിന്ന് 10 ലക്ഷം രൂപ മേടിച്ചു, 25 ലക്ഷം രൂപ മേടിച്ചു, ജോലി വാഗ്ദാനം ചെയ്തു എന്നൊക്കെയാണ് കിട്ടിയിട്ടാണ് മാറിയത് എന്നാണ് അറിയുന്നത്. പക്ഷേ ഇന്നലെ വരെ ഞാൻ കടയിൽ പോയിരുന്ന് 100 രൂപയ്ക്ക് കച്ചവടം ചെയ്തിട്ടാണ് ജീവിച്ചത് ഇന്നലെ വരെ. അപ്പോൾ എൻ്റെ സഹപ്രവർത്തകയായ ഷീല ചേച്ചിയും അവരുടെ വീട്ടിൽ മാനസികമായി ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ച് സുഖമില്ലാണ്ട് കിടക്കുകയാണ്. ചുമയും പനിയും ഇതുവരെ റിക്കവറിൽ ആയിട്ടില്ല അവർ. അത്തരത്തിൽ വേദന, കാരണം ആളുകൾ ഇങ്ങനെ പറഞ്ഞ് നേരത്തെ അവർ പരത്തി തയ്യാറാക്കി വച്ചേക്കുകയായിരുന്നു ഞങ്ങൾ ഇറങ്ങിയാന്ന് പോയി. പക്ഷേ അതിന് മുന്നേ അവർ ചോദിച്ചിട്ടില്ല. പിന്നെ അവർ ഒരു വാക്ക് പോലും വിളിച്ച് ചോദിച്ചില്ല, നിങ്ങൾ എന്തുകൊണ്ട് രാജിവെച്ചു. അതിനുശേഷം 2 ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ ബൈറ്റ് കൊടുക്കുന്നത്. ഇവരിങ്ങനെ പറഞ്ഞുണ്ടാക്കിയതിന് ശേഷം ഇത് സത്യമല്ല എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബൈറ്റ് കൊടുത്ത്. ഇത്രയും പ്രശ്നങ്ങളുണ്ടായി, മണ്ഡല ഓഫീസിൽ ഇങ്ങനത്തെ വിഷയങ്ങളുണ്ടായിരുന്നു, അതിൻ്റെ പേരിലാണ് രാജിവെച്ച്. അതിനുശേഷമാണ് എല്ലാവരും അറിഞ്ഞത്. അതുവരെ ഞങ്ങൾ ആരോടും പറഞ്ഞിട്ടില്ലായിരുന്നു, നാട്ടുകാരോടും പറഞ്ഞിട്ടില്ലായിരുന്നു ഇങ്ങനെ അടി ഉണ്ടായിട്ടുള്ളതെന്ന്. സ്ത്രീകൾക്ക് ഇതിനകത്ത് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ തന്നെയാണ്. കേരള BJP രാഷ്ട്രീയത്തിൽ സ്ത്രീകൾക്ക് യാതൊരു സ്ഥാനവും ഇല്ല എന്നുള്ളത് കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു ന്യൂസിലൂടെ മനസ്സിലായി. കാരണം ശോഭാ സുരേന്ദ്രൻജി എന്ന് പറയുന്നത് നമുക്കൊക്കെ എല്ലാവർക്കും പ്രചോദനമായ ഒരു സ്ത്രീ ശക്തിയായിരുന്നു. അത്രയും ശക്തിയായ ഒരു
കഥാപാത്രം, അത്രയും ശക്തിയായ ഒരു വ്യക്തി, ആ വ്യക്തിക്ക് വേണ്ടി പ്രവർത്തിച്ചവർ തന്നെ അവർക്ക് പിന്തുണ നൽകാതെ മറ്റൊരു കോൺഗ്രസ് പ്രവർത്തനത്തിലോട്ട് പോയി എന്നുള്ളതാണ് ഏറ്റവും വലിയ ദുഃഖകരമായ കാര്യം. അപ്പോൾ അത്രയും ശക്തമായൊരു നേതാവിനെ അവർക്കെതിരെ പോലും അവരുടെ കൂടെ നിന്നവർ പ്രവർത്തിച്ചു എന്ന് പറയുമ്പോൾ അതിൽ പരം ഒരു വിഷമവും നാണക്കേടും ഇല്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു ആ സ്ത്രീക്ക് പോലും നിൽക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ നമ്മളെപ്പോലുള്ളവർ എങ്ങനെയാണ് പിടിച്ചു നിൽക്കുന്നത്? ഒരു പ്രശ്നം വന്നാൽ കൂടെ നിൽക്കാൻ ആരുമില്ല. ഇല്ല എന്ന് മാത്രമല്ല, നമ്മളെ അങ്ങ് ചവിട്ടി തേക്കുകയും ഒരു കൗൺസിലർ എന്നൊരു സ്ഥാനത്ത് വന്നപ്പോൾ നമ്മുടെ വ്യക്തിപരമായി പോലും പല രീതിയിലും വേദനാജനകമായ സംഭവങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. നമുക്കൊരു വിലയും തന്നിട്ടില്ല അവർ. സ്ത്രീകൾക്കൊരു പരിഗണനയും ഒരു വിലയും തരാത്ത രീതി, ഒരു അഭിപ്രായ സ്വാതന്ത്ര്യം പോലും ഇല്ലാത്ത രീതിയിലാണ് നമ്മൾ ഇതുവരെ നിന്നത്. അതുകൊണ്ട് വളരെ വിഷമത്തോട് തന്നെയാണ് രാജി നൽകാൻ സാഹചര്യമുണ്ടായത്. അത്തരത്തിലാണ് ഇനിയും തുടർന്നും ഇതുപോലുള്ള സാഹചര്യങ്ങൾ നേരിടുന്ന സ്ത്രീകൾ BJPക്കകത്തുണ്ട്. അപ്പോൾ അത് വളരെ വ്യക്തമായതുകൊണ്ട് ഇത്രയും വ്യക്തമായിട്ട് കഴിഞ്ഞ ദിവസം വന്ന ന്യൂസിൻ്റെ കൂടെ അടിസ്ഥാനത്തിലാണ് നമ്മളിങ്ങനെ ഇതിലോട്ട് വരാനായിട്ടൊരു സാഹചര്യം ഉണ്ടായത്. CPIയിലോട്ട് വരികയും CPMനോട് പ്രവർത്തിക്കാനായിട്ട് താല്പര്യപ്പെടുകയും ചെയ്തു. അവർ സ്ത്രീകൾക്ക് വളരെയധികം പ്രാധാന്യം നൽകുന്നതാണെന്ന് മനസ്സിലായിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഞാൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയിരുന്നു. അധിക്ഷേപിച്ചത് പഞ്ചായത്ത് പ്രസിഡന്റും വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും കൂടി ചേർന്ന നമ്മളെ സമൂഹത്തിന് മുന്നിൽ നമ്മളെ വില കുറച്ച് കാണിക്കുക, സ്ത്രീത്വത്തെ അപമാനിക്കുക, ഇതൊക്കെയായിരുന്നു അവരുടെ മെയിൻ ഹോബി. ഇത് നമ്മളെ ജില്ലാ ഘടകത്തിലും മറ്റുള്ള നമ്മുടെ നേതാക്കന്മാരെ എല്ലാം അറിയിച്ചതാണ്. പക്ഷേ അവരൊന്നും അവർ വന്ന് നമ്മളെ ആശ്വസിപ്പിക്കുകയല്ലാതെ അവർക്ക് വേണ്ടി അവരുടെ താക്കീത് കൊടുക്കുകയോ അല്ലെങ്കിൽ അവരുടെ അടുത്ത് പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തി അതിനെ ചോദ്യം ചെയ്യുകയോ ചെയ്തിട്ടില്ല. നമുക്ക് മാത്രമുള്ള ഒരു നീതിയും ലഭിച്ചിട്ടില്ല. ഒരു നീതിയും നമുക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല. ഇല്ല ലഭിച്ചിട്ടില്ല. ബഡ്ജറ്റ് സമ്മേളനത്തിലെ പാർട്ടി ഓഫീസിൽ നിങ്ങൾക്കെതിരെ ആക്രമണം ഉണ്ടായെന്നുള്ളത് ശരിയാണോ? നഗരസഭയിൽ അതുമായി ബന്ധപ്പെട്ട് ഒരു കൗൺസിലർ പങ്കെടുക്കാതിരിക്കുകയും സ്ഥിരമായിട്ട് ആ സ്ത്രീ കൗൺസിലർ വരത്തില്ല. അതും ഇത് തന്നെയായിരുന്നു പ്രശ്നം. അവർക്ക് വ്യക്തമായ പരിഗണന കിട്ടാത്തതുകൊണ്ട് അവരെല്ലാത്തിൽ നിന്നും മാറി നിന്നായിരുന്നു. അത് കൂടെ നിന്നുള്ള ഒരു കൗൺസിലർ ചോദ്യം ചെയ്യുകയും അതിനെ തുടർന്ന് പാർട്ടി ഓഫീസിൽ അതിൻ്റെ പരമായിട്ട് ചർച്ച നടക്കുകയും ആ ചേച്ചിക്ക് വളരെ മാനസികമായ ബുദ്ധിമുട്ട് അനുഭവിച്ച രീതിയിൽ ഒരു സംഭവം ഉണ്ടായതിൻ്റെ പേരിലാണ് ആ ചേച്ചി രാജി കൊടുത്തത്. അപ്പോൾ ഇപ്പോഴും ആ ചേച്ചി അതിൽ നിന്ന് ഇതുവരെ റിക്കവർ ആയിട്ടില്ല. മാനസികമായിട്ട് ഒരുപാട് വിഷമം. കാരണം ജനങ്ങൾ നമ്മൾ പറഞ്ഞതുപോലെ കൗൺസിലർ എന്ന് പറയുമ്പോൾ ജനങ്ങൾ വിശ്വസിച്ച് നിർത്തുന്നവരാണ്. അവരുടെ എല്ലാ കാര്യങ്ങൾക്കും 5 വർഷം കൂടെ ഉണ്ടാകുന്ന രീതിയിലാണ് നിർത്തുന്നത്. അപ്പോൾ അത്രയും വിഷമം അനുഭവിക്കേണ്ടി വന്നതുകൊണ്ടാണ് ഒരു രാജി കൊടുക്കുന്നത്. അത്രയും വേദനാജനകമായ സംഭവങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. ആ ചേച്ചി നമ്മൾ സത്യം പറഞ്ഞാൽ ആത്മഹത്യ വരെ ചെയ്യേണ്ട ഒരു അവസ്ഥയിലോട്ടാണ് അവിടെ നിന്നത്. അതുകൊണ്ടാണ് പിന്നെ രാജി കൊടുക്കേണ്ടി വന്നത്. അങ്ങനെ ഒരു സംഭവം ഉള്ളത് സത്യം തന്നെയാണ്. അത് അങ്ങനെ ഒരു സംഭവം കേട്ടിട്ടുണ്ട്. ഞാൻ ആ സമയത്ത് അവിടെ ഇല്ലായിരുന്നു. ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ പരാതി മുകളിലോട്ട് പോയായിരുന്നു. എനിക്കല്ല അനുഭവം ഉണ്ടായത്. വേറൊരു കൗൺസിലർ, ആ ചേച്ചി സുഖമില്ലാതെ കിടക്കുകയാണ്. ആ ചേച്ചി ഇതുവരെയും അതിൽ നിന്ന് റിക്കവർ ആയിട്ടില്ല.